സുഖമാണോ സുഖമാണ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺലാൽ രാമചന്ദ്രനാണ്. സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു യുവാവ്, അതാണ് നമ്മുടെ നായകൻ. അപ്പോൾ ആ നായകൻ്റെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് കുറച്ച് അതിഥികൾ കയറി വരികയാണ്. അതും നോർമൽ അതിഥികളല്ല, ആത്മാക്കളാണ്. അപ്പോൾ ഒരു ഫാൻറ്റസി സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ അവർ പറയുന്നത്. ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ഇമോഷനും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ നായകനായ മാത്യു തോമസിൻ്റെ ബാക്ക് സ്റ്റോറി ആയാലും സപ്പോർട്ടിംഗ് കാസ്റ്റ് ജഗദീഷ് ചേട്ടൻ്റെ സ്റ്റോറി ആയാലും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് പറയുകയാണെങ്കിൽ മാത്യു തോമസ് നന്നായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ ആ ഇമോഷൻസും സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ സിനിമയിൽ പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് തന്നെ ആക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ്റെയാണ്. പുള്ളി നല്ലൊരു കഥാപാത്രമായിരുന്നു പുള്ളിയുടെ ആ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് നല്ല ഇമ്പാക്റ്റ് ആയിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. നല്ല ഇൻറ്റൻസ് ആയിട്ട് തന്നെ അത് പുള്ളി പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. ദേവിക സഞ്ജയ് ആണ് നായികയായിട്ട് വരുന്നത്. ഒരു വെറൈറ്റി ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷണലും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഭംഗിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. എനിക്ക് ഈ സിനിമയിൽ ആകെ വർക്കായത് ആ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കി ജസ്റ്റ് ഒരു ഓക്കെ വാച്ച് ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളൊരു രീതിയിൽ മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ.